കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആളുമാറി ഡോക്ടറെ തല്ലിയ യുവതി അറസ്റ്റിൽ. പിതാവിനെ ചികിത്സിച്ച ഡോക്ടറെയാണ് യുവതി ആളുമാറി തല്ലിയത്. ഒപിയിൽ രോഗികളെ ചികിത്സിക്കുന്നതിനിടയിലായിരുന്നു മർദ്ദനം. യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ സന്ദേശമയച്ച യുവാവാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മർദ്ദിച്ചത്. യുവതിയുടെ പിതാവ് കിടന്ന വാർഡിലെ മറ്റൊരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനായ മുഹമ്മദ് നൌഷാദാണ് സന്ദേശം അയച്ചത്. ഇയാളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സുനോജ് തോമസ്, ഇത് എന്ത് അക്രമമായി പോയി? പാവപ്പെട്ട ഡോക്ടർ അവിടെ ഇരുന്ന് ഒപിയിലിരുന്ന് രോഗികളെ നോക്കുന്നതിനിടയിലാണ് താൻ എനിക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു എന്ന് ചോദിച്ചൊരു യുവതി പോയി അടിക്കുന്നത്. ആ ഡോക്ടർ ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പാവം ആ മനുഷ്യൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പണി കിട്ടിയത്. ഈ യുവതിക്ക് യഥാർത്ഥത്തിൽ ഒരാൾ ഇങ്ങനെ അയച്ചിരുന്നു അല്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ സുനോജ്? വലിയ സംഭവമായി പോയി. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജറി ഒപ്പിൽ സംഭവം നടക്കുന്നത്. ഈ പരാതിക്കാരനായ PG ഡോക്ടറാണ്. അവിടെ ഇരുന്ന് രോഗികൾ നോക്കുന്ന സമയത്താണ് ഒരു യുവതി കയറി വരുന്നു, മുഖത്ത് നോക്കി അടിക്കുന്നു, മർദ്ദിക്കുന്നു, നീ എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ തന്നെ വിളിച്ചു പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെയും മറ്റ് ഡോക്ടേഴ്സിന്റെയും ജീവനക്കാരുടെ ഒക്കെ തന്നെ മുൻപിൽ വെച്ചാണ് ഈ മർദ്ദനം നടക്കുന്നത്. ഡോക്ടർ ആകെ ഡൗൺ ആയിപ്പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികളൊക്കെ നമ്മളുമായി സംസാരിച്ചിരുന്നു. ഇപ്പോഴും മാനസികമായിട്ട് ഡോക്ടർ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ എല്ലാവരും മുന്നിൽ വെച്ച് മർദ്ദനം ഏൽക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ പരാതി ലഭിച്ചപ്പോൾ പോലീസ് CCTV പരിശോധിച്ചു. അങ്ങനെ ഇവിടെ എത്തിയ ഈ ഒപിയിലെത്തിയ യുവതിയെ കണ്ടെത്തുന്നു. കുരുവട്ടൂർ സ്വദേശിനെ 39 വയസ്സുള്ള യുവതിയാണ് ഡോക്ടറെ മർദ്ദിച്ചെന്ന് കണ്ടെത്തി. യുവതിയെ പോലീസ് വിളിച്ചു വരുത്തുന്നു. ചോദിച്ചപ്പോൾ യുവതി പറയുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്റെ പിതാവിനെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ സർജറി വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് പിതാവിനെ ചികിത്സിച്ച ഡോക്ടർ തനിക്ക് മൊബൈൽ ഫോണിൽ മോശം സന്ദേശങ്ങളൊക്കെ തന്നെ അയച്ചു. പിന്നീട് അഭ്യർത്ഥന നടത്തി. അങ്ങനെ സൗഹൃദത്തിലായി പണം കടം വാങ്ങി തന്നെ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി. അത് പിന്നീട് ഇവർ തെറ്റി. അങ്ങനെയാണ് ഡോക്ടറെ കയറി മർദ്ദിക്കുന്നതാണ് യുവതി പോലീസിൽ മൊഴി നൽകി. പക്ഷേ ഡോക്ടർ പറയുന്നു താൻ ഒരിക്കലും മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് പോലീസിൽ മൊഴി നൽകുന്നു. അങ്ങനെ പോലീസ് യുവതിയുടെ ഫോണെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സംഭവത്തിൽ ട്വിസ്റ്റ് മനസ്സിലാവുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സന്ദേശങ്ങളൊക്കെ തന്നെ യുവതിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അത് ഡോക്ടറുടെ നമ്പറിൽ നിന്നല്ല പോയിരിക്കുന്നത്. കോഴിക്കോട് ടൗണിൽ തന്നെ അടുത്തുള്ള പെരിങ്ങളം സ്വദേശി മുഹമ്മദ് നൌഷാദ് എന്ന് പറയുന്ന ഒരു 27 വയസ്സുകാരനാണ് ആ സന്ദേശം അയച്ചത്, യുവതിയെ പറ്റിച്ചത്, യുവതിയെ പല സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അതായത് അന്ന് യുവതിയുടെ പിതാവ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ അതേ വാർഡിൽ തന്നെ ഈ മുഹമ്മദ് നൌഷാദിന് സുഹൃത്ത് അഡ്മിറ്റായിരുന്നു. സുഹൃത്തിന്റെ ബൈസ്റ്റാൻഡറായിട്ട് നൌഷാദ് അവിടെ എത്തിയിരുന്നു. തന്ത്രത്തിൽ ആ യുവതിയുടെ മൊബൈൽ നമ്പർ അവിടെ നിന്ന് കരസ്ഥമാക്കുന്നു. ഡിസ്ചാർജ് ആയ ശേഷം നൌഷാദും പുതിയ സിം കാർഡ് എടുത്ത ശേഷം യുവതിക്ക് മെസ്സേജ് അയക്കുന്നു. അതും ഈ ഡോക്ടറുടെ പേരിലാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ ഡോക്ടറാണ്, പിതാവിനെ ചികിത്സിച്ച ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്ത് സൗഹൃദത്തിലാവുന്നു, പ്രണയത്തിലാവുന്നു. അങ്ങനെ പണമൊക്കെ തന്നെ കടം വാങ്ങുന്നു. അങ്ങനെയാണ് ഈ സംഭവം മുന്നോട്ട് പോകുന്നത്. പക്ഷേ യുവതി വിശ്വസിച്ച് ആ ഡോക്ടറാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടായി എങ്ങനെ തിരിച്ചറിയാതെ പോയി എന്നുള്ളത്. ഈ ഡോക്ടർ പിതാവിനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ വന്നത് മാസ്ക് ധരിച്ചിട്ടാണ്. കൃത്യമായി മുഖം യുവതി അന്ന് കണ്ടിരുന്നില്ല. ഇയാളും ഈ നൌഷാദ് യുവതിയെ സമീപിച്ചത് മാസ്ക് ധരിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ പണം പോലും തട്ടിയാളുടെ മുഖം ഇവര് കണ്ടില്ലേ? മുഖം തിരിച്ചറിഞ്ഞില്ലേ? ഈ വന്നപ്പോഴെല്ലാം മാസ്ക് ധരിച്ചാണോ വന്നത്? അങ്ങനെയാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്ന അരുൺകുമാർ. മാസ്ക് ധരിച്ചാണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും എന്തുകൊണ്ട് നൌഷാദിന്റെ പേര് പറഞ്ഞു, എന്തുകൊണ്ട് 39 വയസ്സുള്ള യുവതിയുടെ പേര് പറയുന്നില്ല എന്ന്. കാരണം യുവതി കൊടുത്ത മൊഴിയിൽ പറയുന്നത് ചേവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു മൊഴി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആ കേസിൽ കൂടി പോലീസ് നൌഷാദിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യുവതിയുടെ പേര് നമ്മൾ പറയാത്തത്. ഏതായാലും ഡോക്ടറെ മർദ്ദിച്ച കേസിൽ യുവതി അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ്. ഈ നൌഷാദ് ആള് മാറി ഇങ്ങനെ മെസ്സേജ് അയച്ച കേസിൽ നൌഷാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടുപേരും നിലവിൽ അറസ്റ്റിലായി റിമാൻഡിലായിട്ടുണ്ട്. ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി യുവതിയുടെ ഈ പീഡന പരാതിയിൽ നൌഷാദിനെതിരെ ചേവാർ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അടി കിട്ടിയ ഡോക്ടർ ആകെ മാനസിക വിഷമത്തിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറാണ് ഈ ഇത്തരത്തിലുള്ള സംഭവത്തിന് ഇരയായി തീർന്നിരിക്കുന്നത്. അരുൺകുമാർ, എന്താണ് അല്ലേ സിനോജെ? എന്തായാലും ആ ഡോക്ടർ ഒന്നും അറിഞ്ഞിട്ടില്ല. സർജിക്കൽ OPയിലിരുന്ന് ഈ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു മുഖത്തൊരു അടി കൊടുക്കുന്നത്. നീ എന്നെ പറ്റിച്ചില്ലേടാ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ യുവതി ആ ഡോക്ടർ കണ്ടിട്ടില്ല. അതാണ് സംഭവം. എന്തായാലും യുവതിയും അറസ്റ്റിലായിട്ടുണ്ട്. ആ യുവതിയെ യഥാർത്ഥത്തിൽ പറ്റിച്ച ആളെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാലേ, അടി കിട്ടിയിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടിയ അടി കിട്ടി. പക്ഷേ അത് എന്തായാലും പല കേസായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ പറയുക, പീഡിപ്പിച്ചു എന്നുള്ളതിനകത്ത് ഗുരുതരമായ കുറ്റകൃത്യമുണ്ട്. ആള് മാറി അടിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും മറ്റൊരു കുറ്റകൃത്യം കൂടി അക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പാവ ഡോക്ടറിന് ജീവിതത്തിൽ ആർക്കും ഒരു മെസ്സേജ് പോലും അയക്കത്തില്ല. ഇത് എടുക്കുന്ന സമയത്ത് ടെൻഷനായിരിക്കും. ഇത് അയക്കാത്ത മെസ്സേജിനാണ് അടി കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കി.